PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിന് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. Dash is considered to be the father of computer science. ഉത്തരം അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് നമുക്കറിയാം ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. കമ്പ്യൂട്ടർ സയൻസിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് പുരസ്കാരം ആണ്. കമ്പ്യൂട്ടർ സയൻസിലെ നോബൽ പ്രൈസ് ആണ് ട്യൂറിംഗ് പുരസ്കാരം. ഡാഷ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Dash is the most commonly used operating system. ഉത്തരം വിൻഡോസ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. വിൻഡോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ആണ്. ആദ്യത്തെ വേർഷൻ വന്ന വർഷം 1985. വിൻഡോസിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ എന്ന് പറയുന്നത് വിൻഡോസ് 11 ആണ്. The second generation computers were based on Dash system. The second generation computers were based on Dash system. ഉത്തരം ട്രാൻസിസ്റ്റേഴ്സ്. രണ്ടാം ജനറേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേതിൽ ഉപയോഗിച്ചത് വാക്യൂം ട്യൂബ്സ്, രണ്ടാമത്തെ ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ്, മൂന്നാമത്തെ ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ ജനറേഷനിൽ മൈക്രോ പ്രോസസ്സർ, അഞ്ചാമത്തെ ജനറേഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒന്നാമത്തേതിൽ വാക്യൂം ട്യൂബ്സ്, രണ്ടാമത്തെ ജനറേഷനിൽ ട്രാൻസിസ്റ്റേഴ്സ്, മൂന്നാമത്തെ ജനറേഷനിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, നാലാമത്തെ ജനറേഷനിൽ മൈക്രോ പ്രോസസ്സർ, അഞ്ചാമത്തേതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഡാഷ് ഈസ് ദ ബേസിസ് ഫോർ ദ ഇൻ്റർനെറ്റ്. ഡാഷ് ഈസ് ദി ബേസിസ് ഫോർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ബേസിസ് എന്താണ്? അർപ്പാനെറ്റ്. അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്ട്സ് ഏജൻസി നെറ്റ്വർക്കാണ് അർപ്പാനെറ്റ്. ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് വിൻഡൻ സർഫ്. ENIAC ഈസ് എ ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ. ENIAC ഈസ് എ ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഉത്തരം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ. ENIACും യൂണിവാക്കും ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ENIACിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIAC ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാണ് യൂണിവാക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് കൊമേഴ്സ്യലി സക്സസ്ഫുൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ടു ഹാൻഡിൽ ബോത്ത് ന്യൂമറിക് ആൻഡ് ടെക്സ്ച്വൽ ഇൻഫർമേഷനാണ് ഈ യൂണിവാക്ക് എന്ന് പറയുന്നത്. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ പേഴ്സണൽ കമ്പ്യൂട്ടർ. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ പേഴ്സണൽ കമ്പ്യൂട്ടർ. ഉത്തരം ഹെൻറി എഡ്വാർഡ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഹെൻറി എഡ്വാർഡ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അലൻ ട്യൂറിംഗ്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ഹെൻറി എഡ്വാർഡ്. ഇദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തതാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ. അത് MITS ആൾട്ടയർ 8800 എന്ന പേരിലായിരുന്നു 1975. ഡാഷ് ഈസ് ദി ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ. ഡാഷ് ഈസ് ദി ഫസ്റ്റ് മൈക്രോ പ്രോസസ്സർ. ഇൻ്റൽ 4004. ആദ്യത്തെ മൈക്രോ പ്രോസസ്സറാണ് ഇൻ്റൽ 4004. മൈക്രോ പ്രോസസ്സർ ടെക്നോളജി ഏത് ജനറേഷനിലാണ് ഉപയോഗിച്ചിരുന്നത്? നാലാമത്തെ ജനറേഷൻ. 4004 ഈ നാലാമത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യാം. പേഴ്സണൽ കമ്പ്യൂട്ടർ ആവിഷ്കരിച്ചതും ഈ നാലാമത്തെ ജനറേഷനിലാണ്. ടെഡ് ഹോഫ് എന്ന ആളാണ് ഇൻ്റൽ വികസിപ്പിച്ചത് 1971. ടെഡ് ഹോഫ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1971 ഫോർ ഇൻ്റൽ. ഇൻ്റലിന് വേണ്ടിയിട്ട് 1971 ടെഡ് ഹോഫ് ആണ് ഇൻ്റൽ 4004 പ്രൊഡ്യൂസ് ചെയ്തത്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഉത്തരം ജോൺ മക്കാർത്തെ. അഞ്ചാമത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന
ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത്. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് ജോൺ മക്കാർത്തി. ഡാഷ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് മെമ്മറി. ഡാഷ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് മെമ്മറി. ഉത്തരം രജിസ്റ്റേഴ്സ്. ക്യാഷെ മെമ്മറിയും രജിസ്റ്റേഴ്സും നമ്മൾ പഠിച്ചതാണ്. രണ്ടും സ്പീഡ് കൂടിയ മെമ്മറി തന്നെയാണ്. എന്നാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് പ്രോഗ്രാമർ. ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫസ്റ്റ് പ്രോഗ്രാമർ. ഉത്തരം അഡ ലൊവലൈസ്. അഡ ലൊവലൈസ് ആണ് ആദ്യത്തെ പ്രോഗ്രാമർ എന്ന് അറിയപ്പെടുന്നത്. ഷീ ട്രാൻസ്ലേറ്റഡ് ചാൾസ് ബാബേജസ് വർക്ക് ഓൺ അനലിറ്റിക്കൽ എൻജിൻ. അതുകൊണ്ടാണ് അഡ ലൊവലൈസിനെ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് പറയുന്നത്. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ. ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. കമ്പ്യൂട്ടറിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്. ഫ്ലോപ്പി ഡിസ്ക് ഈസ് ഉത്തരം മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. അതിൽ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിൽ വരുന്നതാണ് ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും. ഓപ്റ്റിക്കൽ ഡിസ്കിൽ വരുന്നത് CD, DVD ആൻഡ് ബ്ലൂറേ. IBM 1401 ഈസ് ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ. IBM 1401 ഈസ് ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഉത്തരം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. IBM മീൻസ് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അസംബ്ലി ലാംഗ്വേജസ് വാസ് യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാംസ്. മാഗ്നറ്റിക് ടേപ്സ് വെയർ യൂസ്ഡ് ഫോർ മെമ്മറി. മെമ്മറിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് ടേപ്സ് ആണ്. IBM 1401, അറ്റ്ലസ്, മാർക്ക് 3 ഇതെല്ലാം സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉദാഹരണങ്ങളാണ്. ആസ്കി മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ആസ്കിയുടെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഡാഷ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. ഡാഷ് ഈസ് എ നോൺ വോളറ്റൈൽ മെമ്മറി. ഉത്തരം റോം. റാം ആൻഡ് റോം, റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി, രണ്ടും പ്രൈമറി മെമ്മറിയാണ്. റാം വോളറ്റൈൽ മെമ്മറിയാണ്, റോം നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി മീൻസ് ടെമ്പററി മെമ്മറി, നോൺ വോളറ്റൈൽ മീൻസ് പെർമനൻറ്റ് മെമ്മറി. അപ്പോൾ റോം എന്ന് പറയുന്നത് പെർമനൻറ്റ് മെമ്മറിയാണ്. ഒരിക്കൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. WWW ഡേ ആഗസ്റ്റ് 1. WWW ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1. വേൾഡ് വൈഡ് വെബ് ഡെവലപ്പ് ചെയ്ത ആരാണ്? ടിം ബെർണേഴ്സ്-ലീ. 1989 ടിം ബെർണേഴ്സ്-ലീ ആണ് WWW ഡെവലപ്പ് ചെയ്തത്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ. ഉത്തരം ആർക്കി. 1990 ഡെവലപ്പായിട്ടുള്ള ആർക്കിയാണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എൻജിൻ. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എൻജിനാണ് ഗുരുജി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിൻ ഗൂഗിള്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വെബ് ബ്രൗസറാണ് സഫാരി. ഡെവലപ്പ് ചെയ്തത് ആപ്പിൾ കമ്പനിയാണ്. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നെക്സസ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ. ഫസ്റ്റ് വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ്. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് സഫാരി. ഇന്ത്യയിലെ ആദ്യത്തേത് എപ്പിക്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ലേസർ പ്രിൻ്റർ ഓൾസോ കോൾഡ്. ലേസർ പ്രിൻ്റർ ഓൾസോ കോൾഡ് പേജ് പ്രിൻ്റർ. പ്രിൻ്ററിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണമാണ് ലേസർ പ്രിൻ്റർ. ഡാഷ് ഈസ് ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് ഡിവൈസ്.
ഡാഷ് ഈസ് ഇൻപുട്ട് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് ഡിവൈസ്. ഉത്തരം മോഡം. ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് മോഡം. മറ്റ് ഡിവൈസുകൾ ഏതൊക്കെയാണ്? മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, ഓഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ്. ഇതെല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഡിവൈസുകളാണ്. 1 terabyte is equal to 1024 GB. ഒരു ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. 1024 ബൈറ്റാണ് ഒരു കിലോ ബൈറ്റ്. 1024 കിലോ ബൈറ്റാണ് ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റാണ് ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റാണ് ഒരു ടെറാബൈറ്റ്. The function key used for refreshing. The function key used for refreshing. ഉത്തരം F5. റീഫ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫങ്ഷണൽ കീ ഏതാണ്? F5. 12 ഫങ്ഷൻ കീസാണ് ഒരു കീബോർഡിലുള്ളത്. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ. ഡാഷ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഫ്രീ സോഫ്റ്റ്വെയർ. ഉത്തരം റിച്ചാർഡ് സ്റ്റോൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ലിനക്സ്. ലിനക്സിൻ്റെ സിമ്പലിലുള്ള ജീവി ഏതാണ്? പെൻഗ്വിൻ. ആ പെൻഗ്വിൻ ഒരു പേരുണ്ട്, ടക്സ്. ടക്സ് എന്ന പേരുള്ള പെൻഗ്വിനാണ് ലിനക്സിൻ്റെ ലോഗോയിലുള്ള ജീവി. മാർക്ക് സക്കർബർഗ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡാഷ്. മാർക്ക് സക്കർബർഗ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡാഷ്. ഉത്തരം ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ് മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 4 ആസ്ഥാനം കാലിഫോർണിയയിലെ മെല്ലോ പാർക്ക്. ഇന്ത്യയിലെ ആസ്ഥാനം ഹൈദരാബാദ്. ഡാഷ് ഈസ് ദി മ്യൂസിക് ആപ്പ് ഓഫ് ട്വിറ്റർ. ഡാഷ് ഈസ് ദി മ്യൂസിക് ആപ്പ് ഓഫ് ട്വിറ്റർ. ഉത്തരം ഹാഷ് മ്യൂസിക്. ട്വിറ്റർ നിലവിൽ വന്നത് 2006 ട്വിറ്ററിൻ്റെ സ്ഥാപകരാണ് ജാക്ക് ഡേഴ്സിയും ഇവാൻ വില്യംസും. Dash is an attack to attempt to acquire sensitive information such as usernames, password and credit card details. Dash is an attack to attempt to acquire sensitive information such as usernames, password and credit card details. എന്താണ്? ഫിഷിംഗ്. ഫിഷിംഗ് ഒരു സൈബർ ക്രൈമാണ്. ഒരാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി അവരെ ഹറാസ് ചെയ്യുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ. ദ ഫസ്റ്റ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ഇൻ ഇന്ത്യ. ഉത്തരം ധന്യ മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററാണ് ധന്യ മേനോൻ. ലോകത്തിലാദ്യമായി സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തത് ജോസഫ് മേരി ജാക്വാഡിൻ്റെ പേരിലാണ്. ലോകത്തിലാദ്യമായി സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തത് ആരുടെ പേരിലാണ്? ജോസഫ് മാരി ജാക്വാഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരിഫ് അസിമിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡാഷ് ഈസ് ആൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു ആൻ അക്കൗണ്ട് ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഡാഷ് ഈസ് ആൻ അൺഓതറൈസ്ഡ് ആക്സസ് ടു ആൻ അക്കൗണ്ട് ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഉത്തരം ഹാക്കിംഗ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആക്സസ് അൺഓതറൈസ്ഡ് ആയിട്ട് എടുക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. IT Act 2000 came into force on 17th October 2000. IT Act പാസ്സായത് 9th June 2000 നിലവിൽ വന്നത് came into force on 17th October 2000. 2000 IT Act എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ്. ഇത് നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററായിരുന്നു പ്രമോദ് മഹാജൻ. ഒപ്പുവെച്ച പ്രസിഡൻ്റാണ് KR നാരായണൻ. അന്നേരം പ്രൈം മിനിസ്റ്റർ ആയിരുന്നത് AB വാജ്പേയി ആണ്. ഡാഷ് ഈസ് ദ നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ്. ഡാഷ് ഈസ് ദി നാഷണൽ നോഡൽ ഏജൻസി ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റെസ്പോൺസ്. ഉത്തരം CERT-IN. CERT-IN എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. 2004 വന്നതാണ്. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT-IN. സെക്ഷൻ 66F ഓഫ് IT Amendment Act 2008 ഡീൽസ്. സെക്ഷൻ 66F ഓഫ് IT Amendment Act 2008 deals with cyber terrorism.
IT അമെൻമെൻറ്റ് ആക്ട് 2008 IT അമെൻമെൻറ്റ് ആക്ടിൻ്റെ 66F സെക്ഷനിൽ പറയുന്നത് സൈബർ ടെററിസത്തിനെ കുറിച്ചാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയെ മോശമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സൈബർ ക്രൈമാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത്. IT Amendment Act 2008 enacted on 24th December 2008. 2000 IT ആക്ട് 2008 അമെൻഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മുംബൈ ടെററിസ്റ്റ് അറ്റാക്കാണ്. 2008 നവംബർ 26 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് IT ആക്ട് അമെൻഡ് ചെയ്തു. അത് ഇനാക്റ്റഡ് ആയത്, അതായത് പാസ്സായത് 2008 ഡിസംബർ 24 ഡിസംബർ 23 ലോക്സഭ പാസ്സാക്കി, 24 രാജ്യസഭ പാസ്സാക്കി. നിലവിൽ വന്നത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2009 ഒക്ടോബർ 27 കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.